ഇതിലൊരു ജ്യൂസ് എടുത്ത് അച്ഛൻ കൊടുക്കുമോളെ. മധുരം കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഡെയ്സി ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇനിയിപ്പൊ പഠിത്തമൊക്കെ കല്യാണം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മതിയച്ചാ. കുടുംബമായിട്ട് ജീവിക്കാനുള്ള പഠിത്തമൊക്കെ ഇപ്പൊ അവക്ക് ധാരാളമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ അല്ലേ? മോളെ ഡെയ്സി, നിനക്ക് ഡേവിസിനെ കെട്ടാൻ സമ്മതക്കുറവൊന്നുമില്ലല്ലോ? ഒരു സമ്മതക്കുറവില്ല അച്ഛാ. അവളോട് ചോദിച്ചിട്ടല്ലേ ഞാനിതൊക്കെ ഉറപ്പിച്ചതേ. അത് ഡെയ്സി പറയട്ടെ യോഹന്നാനെ. അത് ചോദിച്ചറിയാനാണല്ലോ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. അച്ഛോ, ഞാൻ ഒരു കാര്യം ഡേവിസിനോടൊന്ന് ചോദിച്ചോട്ടെ? ഓ, അതിനെന്താ? നിങ്ങൾ രണ്ടുപേരുമാണ് ഒന്നിച്ച് കഴിയേണ്ടത്. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പരസ്പരം ഒന്ന് സംസാരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഡേവിസേ, ഒരു മിനിറ്റ്. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ ചില ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടാണ്. കാര്യങ്ങളെല്ലാം ഡേവിസിനും അറിയാന്നല്ലേ? ഡെയ്സി കാര്യം പറഞ്ഞോളൂ. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം, പക്ഷേ എനിക്കൊരു ഡിമാൻഡുണ്ട്. അത് ഡേവിസ് എനിക്ക് സാധിച്ചു തരണം. എന്നെ കൊണ്ട് കഴിയാവുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തന്നിരിക്കും. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശിവന്റെ തകർച്ചയാണ്. അതിന് എന്റെ റൈറ്റ് ഹാൻഡായിട്ട് അവനെതിരെ നിൽക്കണം. അവന്റെ സർവനാശം അത് എന്റെ മുന്നിൽ കാണിച്ചു തരണം. പറ്റോ? ഞാനുണ്ടാവും കൂടെ. എന്തിനും മതി, അത് മാത്രം മതി. വാ. സമ്മതാണോ അച്ഛോ? ഡേവിസിനെ കെട്ടാൻ എനിക്ക് സമ്മതമാണ്. എന്റെ കർത്താവേ, അവസാന നിമിഷം നീ എന്നെ ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞു. നല്ല രീതിയിൽ തന്നെ നീ ഇത് അവസാനിപ്പിച്ചു തന്നല്ലോ. ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ നടത്തിയാ മതിയച്ചോ? അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നടത്താൻ പറ്റുമോ യോഹന്നാനെ? കുടുംബക്കാർ രണ്ടുപേരും വരണം, മനസ്സമ്മതം നടത്തണം, പിന്നെ 3 വട്ടം വിളിച്ചു ചൊല്ലൽ നടത്തണം. അതിനുശേഷമല്ലേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കും. എന്തായി? കല്യാണം ഉറപ്പിച്ചോ? ആ, അതതിന്റെ വഴിക്ക് നടന്നോളൂ. പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പിച്ചു. കൂട്ടുകക്ഷി മന്ത്രിസഭയുണ്ടാക്കി ശിവനെതിരെ പോരാടാനല്ലേ? യെസ്, ചേച്ചി പറഞ്ഞ പോലെ ശിവനെതിരെ ഡേവിസിനെ കൊണ്ടുവരിക. ഡേവിസിലൂടെ ശിവന്റെ അവസാനം കാണുക. ചൂണ്ടയിൽ കോർത്തിടുന്നത് നിന്റെ ഭാവി ഭർത്താവിനെയാ. ജീവിതകാലം മുഴുവൻ നിനക്ക് തുണയായി കഴിയേണ്ടവനെ ചാവേറായി തെരഞ്ഞെടുക്കുന്നവന്റെ ജാതകം നോക്കുന്നത് ശരിയല്ലല്ലോ. ലക്ഷ്യത്തിലെത്തുക, അതിനുവേണ്ടി എന്തു മാർഗവും സ്വീകരിക്കാം. ആത്യന്തികമായ ലക്ഷ്യം ശിവന്റെ അവസാനം മാത്രം. വെള്ള പുതപ്പിച്ച് കിടത്തും ഞാൻ എന്റെ മുന്നില്. എന്നോട് കാണിച്ച എല്ലാ ക്രൂരതകൾക്കും അവഗണനകൾക്കും അവന്റെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ ഈ ഡേസി പക വീട്ടിരിക്കും. ഗുഡ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ശരി ചേച്ചി. എന്റെ ആശ്രമത്തില് നീ എനിക്ക് കൊട്ടേഷൻ തന്നിരിക്കുന്നടാ. എന്താടാ പാപ്പാ? നീ കൊണ്ടുവന്നവരെന്തായാലും തല്ലില്ല. നിനക്ക് തല്ലണോ? തല്ലണമെങ്കിൽ ഒന്ന് തല്ലടാ. നിന്റെ വിഷമം ഒന്ന് മാറിക്കിട്ടട്ടെ. നീ ആരാടാ? വലിയ ദാതയോ? അതോ ലോക നായകനോ? അതോ കാമദേവനോ? ലോകത്തുള്ള സകല ഭാര്യമാരുടെയും രക്ഷകനായിട്ടാണല്ലോ നീ നടക്കുന്നത്. ശിവൻ സർവചരാചരങ്ങൾക്കും നന്മയും മംഗളവും പ്രദാനം ചെയ്യുന്നവൻ, യാതൊരു അശുദ്ധിയും ഇല്ലാത്തവൻ, നിർമ്മലമായ മനസ്സുള്ളവൻ.
പിന്നെ ഒരർത്ഥവും കൂടിയുണ്ട്. സംഹാരത്തിന്റെ ദേവൻ. നീ എന്നെ കൊണ്ട് ആ വാക്കിന്റെ മഹത്വം പുറത്തെടുപ്പിക്കരുതേ. ഇവർക്ക് നിന്നെ തല്ലാൻ പേടിയായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെ തല്ലാൻ ഒരു പേടിയുമില്ല. നിന്റെ കൈ ആശന്റെ നേരെ പൊങ്ങിയ പപ്പ, നീ വെട്ടിട്ട വാട പോലെ ഇവിടെ കിടക്കേണ്ടി വരും. പിന്നെ പപ്പനെ പായല് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകേണ്ടി വരും നിങ്ങൾക്ക്. എന്ത് വേണമെന്ന് നീ തീരുമാനിക്കേ. ഇപ്പൊ ഞാൻ പോകേണ്, പക്ഷേ ഇനി ഞാൻ വരുന്നത് തുറക്കാരെയും കൊണ്ടായിരിക്കും. ഒന്നും മറക്കുന്നവനല്ല ഈ പപ്പ. ഞാനിനി വരുമ്പോ നീ ഇത് ഓർക്കുമെന്ന് എനിക്കറിയില്ല. ഇനി നിന്നെ ഈ ഏരിയ കണ്ടുപോകരുത്. പോടാ പോടാ. കമല, നിനക്ക് ഇത്രയൊക്കെ തന്റെ ഇടം ഉണ്ടായിരുന്നോ? പിന്നല്ലാതെ ഉണ്ടാവാതിരിക്കുവോ? പകുതി തന്റെ ഇടം വിഷ്ണുവാസിന്റെ കയ്യിൽ നിന്ന് കിട്ടി, ബാക്കി പകുതി ശിവാസിന്റെ കയ്യിൽ നിന്ന് കിട്ടി. വിഷ്ണു ശിവനും കൂടെ ചേർന്നപ്പോ ഞാൻ ആരായി? ആരായി? സാക്ഷാൽ അയ്യപ്പൻ. അയ്യപ്പനാ. എന്നാ പിന്നെ അയ്യപ്പ നമുക്ക് പോവാം. അല്ല ലീഡറെ, നമുക്ക് പോവാം. എന്നാ പിന്നെ ലീഡർ ചെല്ല്.